പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ദൈവത്തിന് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, എൻ്റെ നാവൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരിക്കതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ആമേൻ, വളരെ ആമേൻ, അത്യാവശ്യമാണല്ലോ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവശബ്ദം നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം മുഴങ്ങട്ടെ. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിച്ച് ആമേൻ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വിലയേറിയ ശ്രദ്ധ ആമേൻ തിരുവെഴുത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി ഇന്ന് പ്രഭാതത്തിൽ ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മളിന്ന് പകൽക്കാലം ദൈവം തന്നത്. സ്തോത്രം. ഈ വെള്ളിയാഴ്ച, ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച, സ്തോത്രം, കർത്താവ് പറയുകയാണ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. യേശു കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. ഭയങ്കര പ്രാർത്ഥനാ വീരനാണ് യേശു കർത്താവ്. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. സ്തോത്രം. ആമേൻ. പിന്നെ ഒരു കാര്യമുണ്ട്, മടുത്തു പോകാതെ തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ട്. ആമേൻ. 5 മിനിറ്റ് പ്രാർത്ഥിച്ച് 10 മിനിറ്റ് പ്രാർത്ഥിച്ചൊഴിക്കുമ്പോൾ ഒരു സന്തോഷമില്ലാത്ത അനുഭവത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. പലരും പറയുന്നു, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കും, 1 മണിക്കൂർ പ്രാർത്ഥിക്കും, അരമണിക്കൂർ പ്രാർത്ഥിക്കും എന്നൊക്കെ പലരും ആമേൻ പറയുമ്പോഴും ദൈവശബ്ദം ഇന്ന് പൽക്കാലം കർത്താവ് പറയുന്നതാണ്, ഇതാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരു സമയത്ത് പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞേ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞത്, വെള്ളിയാഴ്ച പകലോ രാത്രിയോ സഭയിൽ പോകുമ്പോഴോ പ്രാർത്ഥിക്കണമെന്നല്ല, എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ ദിനം തോറും കേൾക്കാൻ നാം തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും പ്രൈസ് ദി ലോർഡ് ഇന്ന് പകലിൽ ചില പട്ടണങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. പ്രാർത്ഥനയിൽ പട്ടണങ്ങൾ വിടുവിക്കപ്പെടും. ആമേൻ. എവിടെയെല്ലാം ദൈവദാസന്മാർ ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലാണ് വിടുതൽ. ആമേൻ. പ്രസംഗത്തിലല്ല, പ്രാർത്ഥനയിലും ആരാധനയിലും. ഇവിടെ പറയുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ല, ഒരവസരത്തിൽ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. നോക്കൂ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടികൾ. സ്തോത്രം. ഹന്നയുടെ പ്രാർത്ഥന. ഹന്ന മടുത്തു പോകാതെ ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു. ആമേൻ. അവൾ ദൈവത്തോട് തീരുമാനമെടുക്കുകയാണ്.
അവളുടെ പ്രാർത്ഥന വലുതാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവശക്തി വെളിപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം, ആമേൻ, 1-ാമത്തെ അധ്യായവും 2-ാമത്തെ അധ്യായവും പഠിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. കണ്ടോ, ആമേൻ, എൻ്റെ ഹൃദയം എവിടെ ആനന്ദിക്കുന്നു? യഹോവയിൽ ആനന്ദിക്കുന്നു. ആരാ? പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കേണ്ടത് ദൈവത്തിലാണ്. ഗ്ലോറി ടു ഗാഡ്. ആമേൻ, ആമേൻ. ദൈവത്തിൽ, ആമേൻ, പ്രത്യാശിക്കുന്ന, ദൈവത്തിൽ ആനന്ദിക്കുന്ന. കണ്ടോ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൊമ്പ് എന്ത് ചെയ്യുന്നു? യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ അവൻ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെപ്പോലെ ഒരു പാറയുമില്ല. സ്തോത്രം. കണ്ടോ, അപ്പോൾ ദൈവത്തെപ്പോലെ ആരുമില്ല എന്ന് ഒരു ദൈവപൈതലിൻ്റെ അവൻ അതരത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ചുവടാണ് പ്രാർത്ഥന. സ്തോത്രം. ആമേൻ. നോക്കിക്കേ, ആമേൻ. നോഹ പ്രാർത്ഥിച്ചു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആമേൻ. നോഹയുടെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. സ്തോത്രം. ആമേൻ. നോഹയ്ക്ക് എന്ത് ചെയ്തു? യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നെങ്കിൽ അതെന്താണ്? പ്രാർത്ഥന വെളിപ്പെടണം. പ്രാർത്ഥന വെളിപ്പെട്ടെങ്കിൽ മാത്രമേ കൃപ ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം നമ്മളായിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മോട് ചിലത് സംസാരിപ്പാനുണ്ട്. സ്തോത്രം. ആമേൻ. ഈ നോഹ എന്ന് പറയുന്ന പ്രാർത്ഥനാവീരൻ, സ്തോത്രം, ഹല്ലേലൂയ, തൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് താൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവശബ്ദത്തിന് വേണ്ടി താൻ മുട്ടുമടക്കുമ്പോൾ, ദൈവശബ്ദത്തിന് വേണ്ടി താൻ ആമേൻ നെടുമ്പാടെ വീഴുമ്പോൾ, 6-ാം അധ്യായം പറയുന്നു, എന്നാൽ ആമേൻ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. സ്തോത്രം. ആമേൻ. യഹോവയുടെ കൃപ ലഭിച്ച നോഹ അടങ്ങിയിരുന്നില്ല. ദൈവത്തിൻ്റെ നാവായി താൻ പ്രവർത്തിക്കാനിടയായി. സ്തോത്രം. നോക്കിക്കേ, 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഇതിനപ്പുറം ഇനി എന്തെങ്കിലും ബ്ലെസ്സിങ് വേണോ? ഹല്ലേലൂയ. അവൻ ഈ തലമുറയിൽ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. രക്തം ജയം. ദൈവകുഞ്ഞെ, മനുഷ്യൻ നിന്നെ നീതീകരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, നിന്നെ മനുഷ്യൻ നീതീകരിച്ചാൽ, ഒരു വ്യക്തി നീതീകരിച്ചാൽ, ഒരു സഭ നീതീകരിച്ചാൽ, ഒരു പ്രസ്ഥാനം നീതീകരിച്ചാൽ, അത് അല്പനിമിഷത്തേക്കേ ഉള്ളൂ. പക്ഷെ ദൈവം ഒരു മനുഷ്യനെ നീതീകരിക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരു മനുഷ്യനെ നീതിമാനെന്ന് പറഞ്ഞാൽ, ആമേൻ, അത് ഇന്ന് മാത്രമല്ല, ആമേൻ, നിത്യത മുതൽ നിത്യത വരെ അവൻ നീതിമാനായിരിക്കും. ഷുഡബനരഗതുനി അടപനരാജകൽക്കനാദി. ഹല്ലേലൂയ. കണ്ടോ, ആമേൻ, സ്തോത്രം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലാ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. അതാ യേശു പറഞ്ഞത്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും, സിംഹത്തിൻ്റെ കൂടാണെങ്കിലും, ആമേൻ, തീച്ചൂളയാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, കവിഞ്ഞൊഴുകുന്ന ചെങ്കടൽ പോലത്തെ നദിയാണെങ്കിലും, അതിൻ്റെ നടുവിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ ദൈവകുഞ്ഞെ, നിൻ്റെ പ്രാർത്ഥന മുൻപിൽ വരണം. ഇന്ന് അനേകര പ്രാർത്ഥനകൾ മുടങ്ങിക്കിടക്കുക. ആമേൻ, സ്തോത്രം. യാഗപീഠങ്ങളെ കല്ലുകൾ പൊളിഞ്ഞു കിടക്കുക. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥനയില്ല ജീവിതത്തിൽ. ആമേൻ. ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതെ,
എന്നിട്ട് ദൈവത്തോട് പിറുപിറുക്കുക, ദൈവം വഴി തുറക്കുന്നില്ലല്ലോ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞുവോ, ആമേൻ, ദൈവം എന്നോട് സംസാരിക്കുന്നില്ലല്ലോ, ആമേൻ, ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ലയോ എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കുക. ഇസ്രായേലിനെ പിറുപിറുത്തതുപോലെ. ആമേൻ. പ്രാർത്ഥിച്ച മോശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇസ്രായേലിന് കാടകളെ കൊടുത്തു, മാറയുടെ വെള്ളത്തെ മധുരമാക്കി. ആമേൻ. മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുത്തു. സ്തോത്രം. ദിവ്യാതന തലയെ തകർത്ത് ജനത്തിന് ഭക്ഷണം കൊടുത്തു. സകലതും ദൈവം ചെയ്തു. നോക്കിയ പ്രതീക്ഷയില്ലാത്ത തീങ്കൽ പാറയിൽ നിന്ന് വെള്ളം ജനത്തിന് കൊടുത്തു. പ്രാർത്ഥനയുടെ നടുവില പ്രാർത്ഥിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി മാറി. പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഫറവോൻ്റെ കൊട്ടാരം മുഴുവൻ തവള നിറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിനകത്തുള്ള നദികൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു? രക്തമായി തീർന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഫറവോൻ്റെ കൊട്ടാരം മുഴുവനും പേന് കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. സർപ്പങ്ങൾ കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത വ്യക്തി, ആമേൻ, പ്രാർത്ഥനയില്ലാത്ത സഭ, പ്രാർത്ഥനയില്ലാത്ത വ്യക്തികൾ, ആമേൻ, ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കുമ്പോൾ ചോദിക്കുക. ആമേൻ, സ്തോത്രം. എന്നാൽ 8-ാമത്തെ ഉൽപ്പത്തി 8 പറയുന്നു, ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും, പ്രൈസ് ദി ലോർഡ്, സകല മൃഗങ്ങളെയും ഓർത്ത് ദൈവം ഭൂമിയുമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ആഴിയുടെ ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രഥത്താൽ ജയം. കണ്ടോ, ദൈവത്തിന് ഇന്ന് പകൽക്കാലം കാറ്റടിപ്പിക്കാൻ കഴിയും. നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ആത്മനിയോഗം വെളിപ്പെടണമെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. മടുക്കരുത്. ഈ വെള്ളിയാഴ്ച മുട്ടുമടക്കണം. ക്ലോക്കിൽ നോക്കി പ്രാർത്ഥിക്കരുത്. ക്ലോക്കിൽ നോക്കി ദൈവസ്ഥലിൽ ഇരിക്കരുത്. പ്ലീസ്, ദൈവസ്ഥലിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. ഒരു ഇരുമ്പ്, ആമേൻ, ആ പണിക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സമർപ്പിക്കുന്നത് പോലെ അടിക്കാൻ ഏൽപ്പിക്കുന്നു. അതിനെ തീച്ചൂളയിലിട്ട് പഴിപ്പിക്കുന്നു. പിന്നെയും അടിക്കുന്നു, പിന്നെയും പഴിപ്പിക്കുന്നു, പിന്നെയും അടിക്കുന്നു. ചില മണിക്കൂർ കഴിയുമ്പോൾ, ചില നാഴി കഴിയുമ്പോൾ ആ ഇരുമ്പ് മൂർച്ചയുള്ള വാളായി പുറത്തു വരുന്നു. അതുപോലെ നിന്നെ ഇന്ന് പകൽക്കാലം മൂർച്ചയുള്ള ഒരു മനുഷ്യനാക്കി പുറത്തെടുക്കാൻ എൻ്റെ കർത്താവ് സർവശക്തൻ. ഷൂഡമന റിഗമന ദുരകരകതുനി. ദൈവത്തിനിന്ന് പകൽക്കാലം അസാധ്യമായതൊന്നുമില്ല. ദൈവദാസിയെ, കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, മാതാക്കന്മാരെ, നിങ്ങൾ സമയം പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. സമയം പറഞ്ഞ് നിങ്ങൾ ഒരു മീറ്റിങ്ങിനും ഇരിക്കരുത്. 5-10 മിനിറ്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചിലരെങ്ങ് ഇറങ്ങിപ്പൊക്കളയും, ചിലർ ലെഫ്റ്റായി പോകും. സ്തോത്രം. സമയം പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിങ്ങളോടാ ദൈവാത്മാ പറയുന്നത്. സമയം നോക്കാതെ നിങ്ങളെ പലപ്പോഴും ദൈവം സൂക്ഷിച്ചില്ലേ? ആ ദൈവത്തിന് മുമ്പിൽ സമയം നോക്കിയിരിക്കുകയാണോ? ചിലരൊക്കെ അങ്ങ് ഇറങ്ങി പൊക്കളയും. സ്തോത്രം. പ്രാർത്ഥന നീണ്ടുപോയി, മീറ്റിംഗ് നീണ്ടുപോയി, പ്രസംഗം നീണ്ടുപോയി, ഇറങ്ങിപ്പോകും പിറുപിറുത്തിട്ട്. ദൈവവൈതലേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാടെ വീണ് കരയാനുള്ള സമയമായി. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഈ വെള്ളിയാഴ്ച ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ പാദപീഠത്തിൽ കടന്നു വരും. സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം, അത്ഭുതം ചെയ്യും. പല രാജ്യത്ത്, പല പട്ടണങ്ങളിൽ, പല ജില്ലകളിലിരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ജനം കർത്താവെ ഈ മെസ്സേജ് കേൾക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണം. ഇടിഞ്ഞ യാഗപീഠങ്ങൾ പണിയട്ടെ, പ്രാർത്ഥനകൾ തിരിച്ചെടുക്കട്ടെ. കർത്താവിന് കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു, അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.